നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൂട് വർദ്ധിച്ചതോടെ പാമ്പുകൾ അസ്വസ്ഥരും അക്രമകാരികളുമാകുന്നതായി വനംവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വീടിൻ്റെ അകത്തും പുറത്തൊക്കെ തന്നെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികൾ കളിക്കുന്ന ഇടങ്ങളും കുട്ടികൾ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മുതിർന്ന രക്ഷിതാക്കൾ അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അവിടെ വൃത്തിയാക്കണം, അവിടെ പരിശോധന നടത്തേണ്ടതുമാണ്. ഈ അസഹനീയമായ ചൂട് കാരണം വീടുകളിലും പരിസരത്തും പാമ്പുകളുടെ സാന്നിധ്യവും ഭീഷണിയാകുന്നു. ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയും ഉയർന്ന താപനിലയും കാരണമാണ് ഇപ്പോൾ പാമ്പുകൾ ഈ മാളങ്ങൾ വിട്ട് പുറത്തിറങ്ങുന്നത്. സാധാരണഗതിയിൽ 28 ഡിഗ്രി താപനിലയിൽ പാമ്പുകൾക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കും. താപനില കൂടുമ്പോൾ ശരീര താപനില നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇവ തണുപ്പുള്ള സ്ഥലങ്ങൾ തേടിയെത്തുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു 8 വയസ്സുകാരൻ ആൽജോ മരിച്ചത് നമ്മൾ ഒരിക്കലും മറക്കില്ല. അച്ഛനും അമ്മയ്ക്കും അത് കണ്ടു നിൽക്കാനും സഹിക്കാനും പറ്റുന്നതിനപ്പുറമുള്ളൊരു കാഴ്ച കൂടിയായിരുന്നു. ഏതായാലും ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് തന്നെ പാമ്പുകളെ മാളങ്ങളിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. മറ്റൊരു വാർത്ത കൂടി ഈ സമയത്ത് വൈറലാകുന്നുണ്ട്. ഇവിടെ പാമ്പുകളെ കുറിച്ച് ഉള്ള പഠനങ്ങളും അതുപോലെ തന്നെ പാമ്പുകളെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് പാമ്പിനെ വളർത്തി കോടികൾ കൊയ്യുന്ന ഒരു ചെറുപ്പക്കാരിയുടെ വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത്. ബീജിങ്ങിലാണ് പാമ്പിനെ കാണുന്നത് പോലും പലർക്കും പേടിയുള്ള കാര്യമായി ആകുന്നൊരു സമയത്ത് ചൈനയിൽ നിന്നുള്ള ക്വിൻ എന്ന 30-കാരിക്ക് പാമ്പുകൾ വെറും വിനോദമല്ല, കോടികൾ ലാഭം തരുന്ന ഒരു ബിസിനസ്സാണ്. നഗരത്തിലെ ആഡംബര ജീവിതം ഉപേക്ഷിച്ച് സ്വന്തം ഗ്രാമത്തിലെത്തിയ ക്വിൻ എന്ന് പറയുന്ന 30 വയസ്സുകാരി പിതാവിൻ്റെ പാമ്പ് വളർത്തൽ കേന്ദ്രം ഏറ്റെടുത്ത് നടത്തി ഇന്ന് പ്രതിവർഷം സമ്പാദിക്കുന്നത് 1 കോടിയിലേറെ രൂപയാണ്. ദക്ഷിണ ചൈനയിലെ ഗുവാങ്സി പ്രവിശ്യയിലാണ് ക്വിന്നിൻ്റെ ഈ കൂറ്റൻ ഫാം. 50,000 5 സ്റ്റെപ്പ് സ്നേക്കുകളും, അതായത് 5 അടി മൂർക്കൻ, 10,000-ഓളം മൂർക്കൻ പാമ്പുകളുമാണ് ഇവിടെയുള്ളത്. അതായത് ഏറ്റവും വിഷം കൂടിയ പാമ്പുകളും അല്ലാത്ത പാമ്പുകളടക്കം ഇവിടെയുണ്ട്. അപ്പോൾ ക്വിൻ പറയുന്നത് താൻ ജനിക്കുന്നതിന് മുൻപേ അച്ഛൻ ഈ ബിസിനസ്സിലുണ്ട്. പാമ്പുകൾക്ക് ഭക്ഷണം നൽകുന്നത് വലിയ റിസ്ക്കുള്ള കാര്യമാണെങ്കിലും തനിക്കതിൽ ഒട്ടും ഭയമില്ലെന്നാണ് ഒരു അഭിമുഖത്തിൽ ക്വിൻ നൽകിയിരിക്കുന്ന മറുപടി. അതായത് അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ക്വിൻ ഈ ഒരു വഴിയിലേക്ക്, ഇതൊരു കരിയറായി തിരഞ്ഞെടുത്ത് ഈ ഒരു രംഗത്തേക്ക് പ്രവേശനം ചെയ്യുന്നത്. താൻ ഈ ഒരു പാമ്പ് വ്യവസായത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ അപകടകരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അച്ഛൻ ആദ്യം അതിനെ എതിർത്തിരുന്നുവെന്നും ക്വിൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും കൃഷിസ്ഥലം വികസിക്കുകയും അയാൾക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര ഭാരമായി മാറുകയും ചെയ്തപ്പോഴാണ് ഒടുവിൽ അവൾ സഹായത്തിനായി രംഗത്തെത്തിയത്. ഈ 5 സ്റ്റെപ്പ് പാമ്പുകൾക്ക്, അതായത് 5 അടി നീളമുള്ള പാമ്പുകൾക്ക് തയ്യാറാക്കിയ ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കേണ്ടി വരും. അവയുമായുള്ള അടുത്ത സമ്പർക്കം എപ്പോഴും കാര്യമായ അപകട സാധ്യതകളുമുണ്ട്. ഈ 5 അടി പാമ്പുകളെ തനിക്ക് ശരിക്കും പേടിയില്ല. താൻ ജനിക്കുന്നതിന് മുൻപേ തൻ്റെ അച്ഛൻ ഇവയെ വളർത്തുന്നുണ്ട് എന്നാണ് അഭിമുഖത്തിൽ ക്വിൻ എന്ന് പറയുന്ന ഈ 30 വയസ്സുകാരി പ്രതികരിച്ചത്. ഫാമിൽ നിന്നുള്ള പാമ്പിൻ വിഷം, തോല്, ഇറച്ചി എന്നിവയ്ക്കാണ് വിപണിയിൽ ആവശ്യക്കാരേറെയുള്ളത്. നമുക്ക് പലപ്പോഴും അറിയാം, പല പുറം രാജ്യങ്ങളിലും പാമ്പിനെ അടക്കം ഭക്ഷണമാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ പാറ്റ തുടങ്ങിയിട്ടുള്ള പല ഇത്തരത്തിലുള്ള ജീവികളെയും ഭക്ഷണമാക്കുന്നത് നമുക്കൊന്നും തന്നെ ചിന്തിക്കാൻ പോലും പറ്റാത്ത പലതരത്തിലുള്ള മൃഗങ്ങളെയും അവയുടെ പല കാര്യങ്ങളും തൊലികളടക്കം വിപണനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാമ്പിൻ്റെ വിഷം, അതിൻ്റെ തോൽ, അതിൻ്റെ ഇറച്ചിക്കാണ് അത്ര ഏറ്റവും കൂടുതൽ വിപണിയിൽ ആവശ്യക്കാരുള്ളത്. ചൈനീസ് പാരമ്പര്യ മരുന്നുകൾക്കും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കുമായി പാമ്പിൻ്റെ പിത്തസഞ്ചി, സ്നേക്ക് ഓയിൽ, ഉണക്കിയ തോൽ എന്നിവയും ക്വിൻ വിൽക്കുന്നുണ്ട്. ഗുണനിലവാരം അനുസരിച്ച് 1 ഗ്രാം വിഷത്തിന് 2,300 രൂപ വരെ, അതായത് 200 യുവാൻ വരെ വില ലഭിക്കും. ഒരു പാമ്പിൻ്റെ ഇറച്ചിക്ക് 3,500 രൂപയോളമാണ് വില, അതായത് 300 യുവാൻ. എല്ലാ ചിലവുകളും കഴിഞ്ഞ് പ്രതിവർഷം 1 ദശലക്ഷം യുവാനോളം, അതായത് ഏകദേശം 1,20,00,000 രൂപ ഈ ബിസിനസ്സിലൂടെ ഇവർ നേടിയെടുക്കുന്നുണ്ട്. അതായത് അല്പം അപകടകരമാണ്
ആണ് എങ്കിൽ കൂടി, അതായത് ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ കൂടിയും വിജയിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം 1,20,00,000 രൂപയാണ് ഇവർക്ക് ബിസിനസ്സിലൂടെ ലാഭം ലഭിക്കുന്നത്. ദി ഗേൾ ഹൂ കളക്ട്സ് സ്നേക്സ് വെനം എന്ന പേരിൽ ക്വീൻ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ്. ഫാമിലുള്ള ജോലികൾക്കിടയിലുള്ള വീഡിയോകൾ ഇവർ പതിവായി പങ്കുവയ്ക്കാറുണ്ട്. എങ്കിലും പാമ്പ് കടിയേറ്റാൽ ഉണ്ടാകുന്ന കഠിനമായ വേദനയെക്കുറിച്ചും തൻ്റെ ഫോളോവേഴ്സിന് ക്വീൻ കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഇതൊരു ഇൻസ്പിറേഷനായിട്ട് ആളുകൾ യാതൊരു തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാതെ ഇത്തരത്തിലുള്ള ഈ ഒരു വ്യവസായത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ക്വീൻ 30 വയസ്സുകാരി നൽകുന്നത്. ഒരു തവണ കടിയേറ്റാൽ ആ വേദന ജീവിതകാലം മുഴുവൻ മറക്കില്ലെന്നാണ് ഈ യുവതി പറയുന്നത്. ക്വിന്നിൻ്റെ ഈ ധൈര്യത്തെ പ്രശംസിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളുമായി എത്തുന്നത്. ഉണങ്ങിയ പാമ്പ് പിത്താശയങ്ങൾ, പാമ്പെണ്ണ എന്നിവയെല്ലാം പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും അതേസമയം വേർതിരിച്ചെടുക്കുന്ന വിഷം വൈദ്യ ഗവേഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും ക്വിൻ വിശദീകരിച്ചു. നിലവിൽ 5 അടി ചുവടുകളുള്ള ഓരോ പാമ്പിനും മാസത്തിൽ 2 തവണ വിഷം പുറപ്പെടുവിക്കാൻ കഴിയും. തൊഴിലാളികളുടെ ചിലവും മറ്റു ചിലവുകളും കിഴിച്ചാൽ ബിസിനസ്സിന് 1 ദശലക്ഷം യുവാനിൽ കൂടുതൽ വാർഷിക വരുമാനം നേടാൻ കഴിയും എന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പേജിൽ തൻ്റെ പലതരത്തിലുള്ള വീഡിയോകൾ, ഈ പാമ്പ് പ്രജനന അനുഭവങ്ങളും പ്രായോഗിക പരിജ്ഞാനവും ഓൺലൈനിലും ഇത്തരത്തിൽ വീഡിയോസായിട്ടും ക്വിൻ പങ്കുവെക്കുന്നുണ്ട്. ഏകദേശം 22,000-ലധികം ഫോളോവേഴ്സാണ് ക്വിന്നിൻ്റെ സോഷ്യൽ മീഡിയ പേജിലുള്ളത്. പാമ്പുകളെ വളർത്തുന്ന ആളുകൾക്ക് കടിയേൽക്കുമെന്ന് ഭയമില്ലേ തുടങ്ങിയ പതിവ് ചോദ്യങ്ങൾക്കും അവർ തന്നെ നിരവധി വീഡിയോകളിൽ ഉത്തരം നൽകുന്നു. പാമ്പ് കടിയേറ്റാൽ ഉണ്ടാകുന്ന വേദന അവൾ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. പാമ്പുകളെ വളർത്തുന്ന ഒരാൾ കടിക്കാൻ പേടിയില്ലെന്ന് പറഞ്ഞാൽ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അവ ഒരിക്കലും കടിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ 5 അടി പാമ്പുകളുടെ കാര്യത്തിൽ കടിയേറ്റതിന് ശേഷമുള്ള പ്രധാന ലക്ഷണം കഠിനമായ വേദനയാണ്. ഒരിക്കൽ നിങ്ങൾ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ ആ വേദന ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പോലും നിങ്ങൾ ഓർക്കും. കൂടാതെ പാമ്പ് കടിയേറ്റാൽ ഉണ്ടാകുന്ന വേദനയും അവർ തുറന്നു പറഞ്ഞു. മാത്രമല്ല കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള വിവരണവും തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ 30 വയസ്സുകാരി പങ്കുവയ്ക്കുന്നുണ്ട്. കയ്യിൽ കടിക്കുന്നത് കയ്യെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷേ വാസ്തവത്തിൽ നിങ്ങളുടെ കൈ, തോൾ, ശരീരത്തിൻ്റെ പകുതി ഭാഗം പോലും ഇത്തരത്തിലൊരു പാമ്പ് കടിക്കുമ്പോൾ ആ വേദനയിൽ പുളയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഈ 5 അടി നീളമുള്ള ഒരു പാമ്പ് കടിച്ചതിന് ശേഷം വേദന അസഹനീയമായിരുന്നുവെന്നും വീണ്ടും അനുഭവിക്കുന്നതിന് പകരം അവർ അവയവച്ഛേദം നടത്താനാണ് ഇഷ്ടപ്പെടുന്നതെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും ഇവരുടെ ഈ ഒരു അസാധാരണമായ കരിയർ പാതയും ഉയർന്ന അപകട സാധ്യതയുള്ള തൊഴിലും ചൈനീസ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കിടയിൽ വ്യാപകമായ ആകർഷണത്തിനും ചർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. ഒരു ഉപയോക്താവ് പറഞ്ഞിരിക്കുന്നത്, കമൻറ്റ് ചെയ്തിരിക്കുന്നത്, ബഹുമാനമുണ്ട്, പാമ്പുകളെ കാണുമ്പോൾ തന്നെ തനിക്ക് അസ്വസ്ഥത തോന്നുന്നു, അവർ അവിശ്വസനീയമാവിധം ധൈര്യശാലിയാണ്, ഈ പണം സമ്പാദിക്കാൻ ശരിക്കും അർഹയാണ് എന്നാണ് അവർ ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പലരും കൃത്യമായിട്ട് ഇവരെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ധൈര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് കമൻറ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു ജോലി കൂടിയാണ് എന്നുള്ളതുകൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതായാലും നമ്മൾ കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാമ്പുകൾ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. കാരണം അതികഠിനമായിട്ടുള്ള ചൂടാണ് നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കടിയേൽക്കുന്നത് മൂർഖൻ പാമ്പിൻ്റേതാണ്. അതായത് മൂർഖൻ പകലാണ് സാധാരണ പുറത്തിറങ്ങുന്നത്. ശംഖുവരയൻ എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ രാത്രിയിലും, അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളും രാത്രിയിലാണ് സാധാരണ കാണപ്പെടാറുള്ളത്. ഇതിൽ ചേരത്തണ്ണൻ, ചുരുട്ടമണ്ഡലി തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെടുന്ന പാമ്പുകളാണ് സംസ്ഥാനത്ത് കൂടുതലുള്ളത്. അണലിയുടെ കടിയേറ്റാണ് കൂടുതൽ ആളുകൾ മരിക്കുന്നത്. മൂർഖനും ശംഖുവരയനും വീടിനോട് ചേർന്നുള്ള മരങ്ങളിലൂടെയും വള്ളികളിലൂടെയും മതിലിലൂടെയും അകത്തെത്താൻ സാധ്യതയുണ്ട്. ഓവുചാൽ വഴിയും അകത്തെത്താം. എന്നാൽ അണലി വർഗത്തിൽപ്പെട്ടവ മരത്തിലൂടെയോ വള്ളികളിലൂടെയോ അകത്ത് വരില്ല. പാമ്പ് കടിയേറ്റാൽ ഒരിക്കലും പേടിക്കരുത്. പേടി കാരണം ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഹൃദയം ശക്തിയായി ഇടിക്കാൻ തുടങ്ങും. ശരീരത്തിലേക്ക് കയറിയ വിഷം രക്തചംക്രമണത്തിലേക്ക് പെട്ടെന്ന് കയറുകയും ചെയ്യും. അതിനാൽ ആദ്യം ചെയ്യേണ്ടത് പാമ്പ് കടിയേറ്റ വ്യക്തിയെ ഭയപ്പെടുത്താതെ വിശ്രമിക്കാൻ അനുവദിക്കണം. കടിയേറ്റ ഭാഗം കെട്ടരുത്. ഇവിടെ മുറിവുണ്ടാക്കാനോ രക്തം പിഴിഞ്ഞു കളയാനോ ശ്രമിക്കരുത്. എത്രയും വേഗം ആൻറ്റി വെനം സൗകര്യമുള്ള തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.